കഴിഞ്ഞ ദിവസം സണ്ണി കപ്പിക്കാട് അയ്യപ്പനെക്കുറിച്ച് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണും. അത് എന്തായാലും ഇവിടെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതേപ്പറ്റി വിശദമായി വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരാണ് സണ്ണി കപ്പിക്കാട്? ശ്രദ്ധിച്ചാൽ ഒരു വീട്ടിൽ തന്നെ ക്രിസ്ത്യാനി എന്ന റെക്കോർഡുള്ളവരും ഹിന്ദു എന്ന റെക്കോർഡുള്ളവരും സർവ്വസാധാരണമാണ്. രണ്ട്, ഇയാൾ അയ്യപ്പനെ പറ്റി പറഞ്ഞതിലെ പ്രശ്നം എന്താണ്? ആദ്യം, ആരാണ് സണ്ണി കപ്പിക്കാട്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾ കുറെ കാലമായി ഇന്ത്യയിൽ പയറ്റുന്ന ഒരു തന്ത്രം നോക്കണം. നമുക്ക് രണ്ട് വിഭാഗങ്ങൾക്കാണ് ഇന്ത്യയിൽ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉള്ളത്. ഒന്ന് SC, മറ്റത് ST. സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബുകൾ. ട്രൈബുകൾ എന്നത് ആദിവാസി മേഖലയിലൊക്കെ ഉള്ള അവിടെ ജീവിച്ചു വരുന്ന ആളുകളാണ് സ്കെഡ്യൂൾഡ് ട്രൈബുകൾ. സ്കെഡ്യൂൾഡ് കാസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ ജീവിക്കുന്ന ആളുകളാണ്. ഇനി നമുക്ക് എന്താണ് സ്കെഡ്യൂൾഡ് ട്രൈബും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അതായത് ഇതിൻ്റെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും നോക്കുന്നതിനും. ഇതിൽ സ്കെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് മതം മാറിയാൽ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും, കാരണം അത് ജാതി സംവരണമാണ്. ഇനി സ്കെഡ്യൂൾഡ് ട്രൈബുകൾക്ക് ഇവർക്ക് മതം മാറിയാൽ ജാതി സംവരണം നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ 1951 സെൻസസ് പ്രകാരം 1.5 ലക്ഷം ക്രിസ്ത്യാനികളായിരുന്നു ST വിഭാഗത്തിലുണ്ടായിരുന്നത്. ഇന്നെത്രയാണെന്നറിയാമോ? അത് 13 ലക്ഷത്തിനടുത്താണ്. 10% വർധനമാണ്, 10 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾ SC വിഭാഗത്തിലേക്ക് നോക്കൂ. കാര്യമായ ഒരു ചലനവും സെൻസസുകളിലും നേരിട്ടുള്ള റിപ്പോർട്ടുകളിലുമില്ല. വളരെ ചെറിയ വളർച്ചയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ SC വിഭാഗത്തിൽ ഇവരുടെ ജാതി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് കാരണം മതം മാറുകയും എന്നാൽ ഒഫീഷ്യൽ രേഖകളിൽ അത് മാറ്റാതിരിക്കുകയും ചെയ്യും. ST വിഭാഗത്തിലാകട്ടെ നേരെ തിരിച്ചാണ്. മതം മാറിയാൽ ഒഫീഷ്യലി മാറിയാൽ പ്രശ്നമില്ല, അതുകൊണ്ട് മറച്ചു വെക്കില്ല. ഇനി സണ്ണി കപ്പിക്കാടിൻ്റെ തന്നെ വിവരങ്ങൾ നമുക്ക് അയാൾ പറഞ്ഞ അയാളുടെ വാചകങ്ങൾ മാത്രം എടുത്ത് നമുക്ക് നോക്കാം. ആദ്യം സണ്ണി കപ്പിക്കാടിൻ്റെ ബാല്യം എന്തായിരുന്നു? എഡ്യൂക്കേഷനുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന ഒരു പരിഗണന. സ്വത്തുള്ള ഒരു വീടായിരുന്നു. അത്യാവശ്യം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടാണ്. എപ്പോൾ വേണമെങ്കിലും കുറച്ച് പണമൊക്കെ എടുക്കാൻ കഴിയുന്ന വിധം ഒരു സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ്. അതിൻ്റെ ഒരു പരിഗണന ബാക്കി സമുദായങ്ങളിൽ നിന്നും എന്നെപ്പോലുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ ഒരു വീട്ടിൽ തന്നെ ക്രിസ്ത്യാനി എന്ന റെക്കോർഡുള്ളവരും ഹിന്ദു എന്ന റെക്കോർഡുള്ളവരും സർവ്വസാധാരണമാണ്. ഇത് സർവ്വസാധാരണമായൊരു കാര്യമല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഹിന്ദുവും ഞങ്ങളെ ഇളയ സഹോദരനും മുഴുവൻ ക്രിസ്ത്യാനികളും. ഇയാളുടെ അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നായിരുന്നു. ഇയാളുടെ ജ്യേഷ്ഠൻ്റെ പേര് രാജപ്പൻ എന്നും. ഈ രാജപ്പൻ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സുകുമാരനും കുടുംബവും മത്തായിയും കുടുംബവുമായി മാറുന്നത്. മൂത്ത ജ്യേഷ്ഠന് ജോലി കിട്ടും 75. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടുമ്പോൾ അച്ഛന് 2 പേരാണ്. സുകുമാരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അത് SSLC ബുക്കിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ SSLC ബുക്കിൽ സുകുമാരനാണ്. രാജപ്പൻ സുകുമാരൻ. ഞങ്ങളുടെ ഇതിൽ വരുമ്പോൾ മത്തായി ആയിട്ടാണ്. സണ്ണി ജനിച്ചത് സണ്ണിയായിട്ടാണ്. അയാളുടെ പേര് സണ്ണി മത്തായി എന്നാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അനിൽകുമാറിൻ്റെ ജ്യേഷ്ഠൻ, അതായത് സണ്ണി കപ്പിക്കാടിൻ്റെ ജ്യേഷ്ഠൻ പഠിച്ച് അയാൾ MA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ശ്രമിച്ചപ്പോൾ കാനറ ബാങ്കിൽ ഒരു ജോലി വന്നു. അപ്പോഴാണ് നൂലാമാല. നേരിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ ക്രിസ്ത്യാനിയാണല്ലോ, കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങ് പോയി ജാതി മാറി, മതം മാറി. അങ്ങനെ പരാവർത്തനം ചെയ്ത്, ഇതാണ് സണ്ണി കപ്പിക്കാട് തന്നെ പറയുന്നത്, പരാവർത്തനം ചെയ്ത് ഇവരുടെ കുടുംബം വീണ്ടും സുകുമാരനായി. അദ്ദേഹത്തിന് കാനറ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടി മൂത്ത ജ്യേഷ്ഠന്, രേഖയുടെ അച്ഛന്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണോ തർക്കമായി. അപ്പോൾ വില്ലേജ് ഓഫീസ് ചെയ്യുന്നത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസറാണ് അന്ന് ചാച്ചന് കൊടുക്കുന്നൊരു ഉപദേശമാണ്, നിങ്ങൾക്ക് റീകൺവെർട്ട് ചെയ്യാം, നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറണം. അങ്ങനെ ഇവർ മതം മാറി ക്രിസ്ത്യാനികളായി. അതുകൊണ്ട് തന്നെ സണ്ണി കപ്പിക്കാടിൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് രാജപ്പൻ സുകുമാരൻ എന്നാണ് രേഖകളിലൊക്കെ. ഹിന്ദു എന്ന നിലക്ക് ജ്യേഷ്ഠന് ജോലി കിട്ടി എന്ന കാരണത്തിൽ ഹിന്ദു മതത്തിലേക്ക് കുടുംബം മൊത്തം റീകൺവെർട്ട് ചെയ്യണം. ഈ റീകൺവെർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനുകുമാർ പേര്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പള്ളിയിൽ പോകാറില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെയും പള്ളിയിൽ അടക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഹിന്ദു ആചാരവും ചെയ്യാറില്ല. അങ്ങനെ
മത്തായി വീണ്ടും സുകുമാരനായി. എവിടെ? ഒഫീഷ്യൽ രേഖകളിൽ. ഇനി ഇതിനെ ന്യായീകരിക്കാൻ, താൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ന്യായീകരിക്കാൻ ഇയാൾ പറയുന്ന ഒരു കാരണമുണ്ട്. താൻ മതം മാറിയിട്ടില്ല, താൻ മാമോദിസ മുക്കിയിട്ടില്ല, പള്ളിയിൽ പോകാറില്ല. ആരാണിത് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. മാമോദിസ റിജക്റ്റ് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് സാൽവേഷൻ ആർമി. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നാരോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ സണ്ണി കബിക്കാട് സാൽവേഷൻ ആർമിയിൽപ്പെട്ട ആളാണ്. അവരാണ് മാമോദിസ റിജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സണ്ണി കബിക്കാട് മാമോദിസ മുങ്ങാത്തത്. അപ്പോൾ എൻ്റെ പേര് സണ്ണി എന്നാണെങ്കിൽ ഞാൻ മാമോദിസ മുങ്ങിയ ഒരാളല്ല. ഇനി ഇയാൾ വളരെ ക്ലിയർ ആയിട്ട് ഇയാളുടെ ബാല്യകാലം പറയുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള കഷ്ടപ്പാടുകളും വിവേചനങ്ങളും അറിയാതെ നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ ജനിച്ച് വളർന്ന് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ച് വന്ന സണ്ണി കബിക്കാട് അനിൽകുമാർ ആയതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അയാൾ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ദളിതന് കിട്ടേണ്ട ആനുകൂല്യം എല്ലാവിധ ചുറ്റുപാടുകളും ജീവിക്കാനുണ്ടായിരുന്നിട്ടും ഒരു ക്രിസ്ത്യാനിയായി മതം മാറിയിട്ട് രേഖകളിൽ മാത്രം പേരെഴുതി മാറ്റി എങ്ങനെ സണ്ണി മത്തായി, സണ്ണി സുകുമാരനായി വീണ്ടും അതൊക്കെ നേടിയെടുത്തു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എങ്ങനെയാണ് രാജപ്പൻ സുകുമാരനായി അയാൾ തുടരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ SC/ST റൂളുകളിലെ പ്രധാന വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അയ്യപ്പൻ എന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. നിങ്ങൾ ദേവതകളോ ദേവനോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. ആ ദേവന് ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അവിടെ എങ്ങനെ വേണം എന്നുള്ളത്. അതുപോലെ തന്നെ ദേവനെ പ്രതിഷ്ഠിക്കുന്ന എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഭാവം എങ്ങനെയാണെന്നും ഒക്കെ അവിടെ തൊഴാൻ പോകുന്ന ആളുകളും തന്ത്രിയും ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. അതിൽ ഇങ്ങനൊരു സങ്കല്പമുണ്ട്. മാളികപ്പുറത്ത് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സ്ത്രീകളെ കണ്ടാൽ അല്ലെങ്കിൽ സ്ത്രീകൾ എത്തിയാൽ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യത്തിന് കോട്ടം കെട്ടും എന്ന്. അതായത് ബ്രഹ്മചര്യത്തിന് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കാണാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാവും. ഞാനതിൻ്റെ വിശ്വാസത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അത് കൂടുതൽ വിശ്വാസത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് പല തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ ഏറ്റവും നിന്ദ്യമായ ഏറ്റവും അപലപനീയമായ ഭാഷയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇയാളെപ്പോലുള്ള സ്യൂഡോ ദളിത് ആക്ടിവിസ്റ്റുകൾ, ഇവാഞ്ചലിസ്റ്റുകൾ ദളിതരുടെ ഇടയിൽ കൂടിക്കയറി ഹിന്ദു മതത്തിനെ കുറിച്ചിട്ടും അവിടുത്തെ ഹിന്ദു ദേവതകളുടെ സങ്കല്പത്തെക്കുറിച്ചിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി എന്ത് കാര്യമാണ് നേടാൻ ശ്രമിക്കുന്നത്? സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുകയല്ലാതെ. തീർച്ചയായിട്ടും ഈ സണ്ണി മത്തായിക്കെതിരെ കേസെടുക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ, വിശ്വാസികൾ മുന്നോട്ട് വന്ന് സണ്ണി മത്തായിയെ പോലുള്ള ആളുകൾ, ഇത്തരം ഇവാഞ്ചലിസ്റ്റുകൾ സമൂഹത്തിൽ വിഘടിപ്പ് ഭിന്നതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നോട്ട് വരണം. ഇത്തരം ആളുകൾക്കെതിരെ, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. നമ്മുടെ നാട്ടിലെ ഒരു സഭകളും അല്ലെങ്കിൽ ഒരു നല്ല ക്രിസ്ത്യാനിയും നെറികെട്ട രീതിയിൽ ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ ദേവതകളെ അവഹേളിക്കുകയില്ല. പക്ഷേ ഇത്തരം അതിതീവ്ര ഇവാഞ്ചലിസ്റ്റ് ആറ്റിറ്റ്യൂഡും അവരുടെ ഈ രീതിയിലുള്ള മനോനിലയം കൊണ്ടു നടക്കുന്ന ആളുകൾക്കെതിരെ സമൂഹം മൊത്തത്തിൽ ജാഗരൂകരാകേണ്ടതുണ്ട്. നമ്മുടെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിക്ക് തീരെ യോജിക്കാത്ത നിലപാടാണ് സണ്ണി മത്തായിയുടേത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.